മാനസാന്തര പ്രത്യുത്തരത്തെ വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിൽ ഒരു സ്ലൈഡ് പ്രസന്റേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കി തരാനായി മിസ്സസ് ലിസമ്മ കോശിയെ ക്ഷണിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരും നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നതിനായി നാം നൽകേണ്ട പ്രത്യുത്തരങ്ങളാണ് വിശ്വാസവും മാനസാന്തരവും എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതില് വിശ്വാസ പ്രത്യുത്തരത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ട് കഴിഞ്ഞു. മാനസാന്തര പ്രത്യുത്തരം എന്ന് പറഞ്ഞാൽ ജീവിതം യേശുവിനെ സമർപ്പിക്കലാണെന്ന് ദേവയാനി തന്റെ പ്രഘോഷണത്തിലൂടെയും അതുപോലെ അജിത തന്റെ ജീവിത സാക്ഷ്യത്തിലൂടെയും നമ്മളോട് പങ്കുവച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വിശുദ്ധ ലിഖിതങ്ങളുടെ അടിസ്ഥാനത്തില് ഈ മാനസാന്തര പ്രത്യുത്തരത്തെ കുറിച്ച് ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഈ ചിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും യേശുവുമായിട്ട് ചങ്ങാത്തം പങ്കിടുന്ന ഒരു വ്യക്തി വളരെ സ്വാതന്ത്ര്യത്തോടെ കൂട്ടുകാരനെ പോലെ യേശുവിന്റെ കൂടെ ആയിരിക്കാൻ, രണ്ട് കൂട്ടുകാരെ പോലെ ആയിരിക്കുന്ന അവസ്ഥ. ഇങ്ങനെ സകല ബന്ധനങ്ങളും മറന്ന് സകല ബുദ്ധിമുട്ടുകളെയും അതിജീവിച്ചുകൊണ്ട് യേശുവിന്റെ കൂടെ സന്തോഷത്തോടെ ആയിരിക്കുമ്പോൾ മിക്ക പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ പറയുന്ന പോലെ നമുക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കും, ആഴിയുടെ അഗാധങ്ങളിലേക്ക് എന്റെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിഞ്ഞു കഴിഞ്ഞു എന്ന്. അങ്ങനെ യേശുവുമായി സ്വാതന്ത്ര്യത്തോടെ ആയിരിക്കുന്ന അവസ്ഥ. അതല്ലെങ്കിൽ എഫെസസ് ലേഖനം 2-ാം അധ്യായം 13-ൽ പറയുന്ന പോലെ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. അതേ സ്നേഹമുള്ളവരെ, നമ്മൾ പാപം ചെയ്ത് യേശുവിൽ നിന്നും വളരെ അകന്ന് വളരെ വിഷമത്തോടെ കഴിയുന്ന അവസ്ഥയിൽ നിന്നും മാനസാന്തര പ്രത്യുത്തരം നൽകുമ്പോഴത്തേക്ക് യേശുവിനോടൊപ്പമാകുക, സമീപസ്ഥമാകുന്ന അവസ്ഥയാണ് മാനസാന്തരം. അതല്ലെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, രക്ഷിച്ചവനുള്ള പൂർണ്ണമായ വിശ്വാസത്തിന്റെയും ഏറ്റുപറച്ചിലിന്റെയും ഉപേക്ഷിക്കലിന്റെയും വിട്ടുകൊടുക്കലിന്റെയും വിശിഷ്യ ആശ്രയബോധത്തിന്റെയും പരിണത ഫലമാണ് മാനസാന്തരം. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തില് മാനസാന്തര പ്രത്യുത്തരം നടത്തുമ്പോൾ ചിലതൊക്കെ നമ്മള് ഉപേക്ഷിക്കേണ്ടി വരും. ചിലതൊക്കെ നമ്മുടെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് നല്ലൊരു കുമ്പസാരം നടത്തുകയും ചിലപ്പോൾ നമ്മൾ സ്വാർത്ഥതയോടെ വെച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഒന്ന് വിട്ടുകൊടുത്തുകൊണ്ട് ഒന്ന് ചെറുതായിക്കൊണ്ട് പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയാണ് മാനസാന്തര പ്രത്യുത്തരം എന്ന് പറയുന്നത്. 2 കൊരിന്ത്യൻസ് 5:17 പറയുന്നു, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അതേ കൂട്ടുകാരെ, തീർച്ചയായിട്ടും നമ്മൾ യേശുവിനോട് കൂടെ ആയിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പുതിയൊരു സൃഷ്ടിയായിട്ട് രൂപാന്തരപ്പെടുകയാണ്. പഴയ ആ രൂപവും ഭാവവും മനോഭാവവും എല്ലാം മാറിയിട്ട് യേശുവിനോടൊപ്പം പുതിയൊരു വ്യക്തിത്വമായിട്ട് മാറുന്ന അവസ്ഥാവിശേഷം. CCC 143 ഖണ്ഡികയിൽ പറയുന്നത്, അനുതപിച്ച് പാപമോചനം നേടിയ മനുഷ്യൻ തന്റെ ബുദ്ധിയെയും മനസ്സിനെയും പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നു. അതല്ലെങ്കിൽ സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ തന്റെ അസ്തിത്വം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് പ്രത്യുത്തരം നൽകുന്നു. അങ്ങനെ പൂർണ്ണമായിട്ടും ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന അവസ്ഥയാണ് മാനസാന്തര പ്രത്യുത്തരം എന്ന് പറയുന്നത്. അതായത്, തമ്പുരാനെ, നീയാണ് എൻ്റെ സർവവും. ജീസസ്, യു ആർ മൈ എവറിത്തിങ്. എന്റെ ജീവിതത്തിന്റെ സമസ്തവും നീയാണ്, എന്റെ ഉടയവൻ നീയാണ്, എന്റെ ജീവൻ നീയാണ്, എന്റെ ജീവിതം നീയാണ് എന്നുള്ള ആ ഏറ്റുപറച്ചിലാണ് മാനസാന്തര
സമ്പൂർണമായിട്ടുള്ള മാനസാന്തരം എന്ന് പറയുന്നത്. നമുക്കറിയാം മത്തായി സുവിശേഷം 19-ാം അധ്യായം 29 തിരുവചനത്തിൽ പറയുന്ന, എന്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും, അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിത്യജീവൻ സ്വന്തമാക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിലെ സ്വന്തമെന്ന് നമ്മൾ കരുതുന്ന പലതും, ചിലപ്പോൾ നമ്മുടെ ഭവനമാകാം, മാതാപിതാക്കളാകാം, അതല്ലെങ്കിൽ സഹോദരങ്ങളാകാം, അങ്ങനെ നമ്മളുടെ ജീവിതത്തിലുള്ള ചില ലൗകിക മേഖലകൾ നമ്മൾ ഉപേക്ഷിച്ച് വേണം തമ്പുരാന്റെ കൂടെ ആയിരിക്കുവാനായിട്ട്. ഈ നമുക്ക് സുവിശേഷത്തിൽ നിന്ന് സമ്പൂർണ്ണ സമർപ്പണം നടത്തിയ ചില മഹാവ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് പരിശുദ്ധ കന്യാമറിയം. നമുക്കറിയാം, ഗബ്രിയേൽ മാലാഖ ആ സന്ദേശം അറിയിക്കുന്ന സമയത്ത് ഇതെങ്ങനെ സംഭവിക്കും എന്നൊരു മറുചോദ്യമാണ് മറിയം ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ ദൂതൻ മറുപടി പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിക്കും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മറിയം അവിടെ ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട്, ലൂക്ക 1:28 പറയുന്ന തിരുവചനം, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്നാണ് അവിടെ മറിയം മറുപടി പറയുന്നത്. അപ്പോൾ അവിടെ ദൈവഹിതത്തിന് പൂർണ്ണമായി തന്നെ വിട്ടുകൊടുക്കുകയാണ്. അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും, ഈശോ തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നത് ഗലീലി കടലിന്റെ തീരത്തൂടെ നടക്കുമ്പോഴാണ് ശിമോൻ പത്രോസും അന്ത്രയോസും കടലിൽ മീൻ പിടിക്കുന്നത് കാണുന്നത്. യേശു അവരെ സമീപിച്ചിട്ട് അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഉടനെ തന്നെ അത് കേട്ടപാടെ അവര് അവരുടെ ജീവിതത്തിന്റെ സർവസ്വമായിരുന്ന വല ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുകയാണ്. അങ്ങനെ ജീവിതത്തിന്റെ ആ യേശുവിനോടൊപ്പം ജീവിക്കുവാനായിട്ട് അവരിറങ്ങി പുറപ്പെടുകയാണ്. അത് തന്നെയാണ് സെബദെയീപുത്രന്മാരായ യാക്കോബും യോഹന്നാന്റെയും പിന്നെ ചെയ്യുന്നത്. അവരും അവരുടെ ബല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് യേശു അവരോട് പറയുന്നത്, എന്നെ അനുഗമിക്കുക. അപ്പൊ സെബദിയെ അവിടെ വള്ളത്തിൽ ഉപേക്ഷിച്ചിട്ട് അവർ യേശുവിനെ അനുഗമിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജീവിതം യേശുവിനെ സമർപ്പിക്കുന്ന ഒരവസ്ഥാവിശേഷം വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും. ലേവി, ചുങ്കക്കാരനായ ലേവിയാണ്. അവിടെ വഴിയരികിലിരുന്ന് ചുങ്കം പിരിക്കുന്ന സമയത്താണ് യേശു അതുവഴി കടന്നു പോകുന്നതും ലേവിയോട് പറയുന്നത്, എന്നെ അനുഗമിക്കുക എന്ന് ഈശോ അവരോട് ലേവിയോട് പറയുന്നു. ലേവി എല്ലാം ഉപേക്ഷിച്ച് യേശുവിന്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നു. ആ ലേവിയാണ് നമ്മുടെ മത്തായി എന്ന് സുവിശേഷകൻ മത്തായി എന്ന് നമുക്കറിയാവുന്നതാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും സമറിയക്കാരി സ്ത്രീ എല്ലാവിധ പാപങ്ങളിലും അകപ്പെട്ട് ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തി. അവൾ ആ കിണറ്റിന്റെ കരയിൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടുന്നു. യേശു അവളോട് വെള്ളം ചോദിക്കുന്നു. തന്നോട് വെള്ളം ചോദിക്കുന്നവൻ ആരാണെന്ന് അവൾ തിരിച്ചറിയുന്നു. കാരണം യേശു അവളുടെ ജീവിതം മുഴുവൻ ഒരു തുറന്ന പുസ്തകം പോലെ അവളെ മനസ്സിലാക്കി കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ മനസ്സിലാക്കിയ, തന്നെ അറിയുന്ന തന്റെ തമ്പുരാനാണ് ഇതെന്നുള്ള തിരിച്ചറിവ് അവൾ ആ കുടവും എന്ന് വെച്ചാൽ അവളുടെ ഭാവഭാരം മുഴുവൻ ഉപേക്ഷിച്ചിട്ട് അവൾ പട്ടണത്തിലേക്ക് പോയി ബാക്കി എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരികയാണ് യേശുവിന്റെ സന്നിധിയിലേക്ക്. അപ്പൊ നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും, യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 28-29 ആ സ്ത്രീയായിട്ട് കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ. അപ്പൊ അത് ഏറ്റവും വലിയ ഒരു സുവിശേഷ പ്രകോപനത്തിന് സാക്ഷ്യമാകുകയാണ് അവൾ ചെയ്തത്. അവളുടെ ജീവിതം തന്നെ അവിടെ മറിയുകയാണ് ചെയ്യുന്നത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും തോമാസ് ശ്ലീഹായുടെ സമർപ്പണം. നമുക്കറിയാം, യേശു ഉത്ഥാനം ചെയ്ത് ശിഷ്യന്മാരെ സമീപിക്കുന്ന സമയത്ത്
തോമാസ്ലീഹ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ യേശു വന്നു മറ്റു ശിഷ്യന്മാര് പറഞ്ഞപ്പോഴത്തേക്ക് തോമസ്ലിഹയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം തോമസ്ലിഹ പറയുകയാണ്, ഞാന് അവന്റെ മുറിവുകളില് എന്റെ വിരൽ തൊട്ടാലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. അങ്ങനെ വീണ്ടും യേശു തോമസിന് പ്രത്യക്ഷപ്പെടുന്നു. പക്ഷെ ഈശോ അവിടെ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് തോമസ് ബാക്കിയെല്ലാം മറന്ന് യേശുവിനെ വിളിക്കുകയാണ്, അഡ്രസ് ചെയ്യുന്നത് എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്നാണ്. ഏറ്റവും വ്യക്തമായിട്ടുള്ള സമ്പൂർണമായിട്ടുള്ള ഒരു സമർപ്പണമാണ് ആ തമ്പുരാനെ കർത്താവേ എന്നുള്ള തിരിച്ചറിവോടെ ഏറ്റുപറയുന്ന തോമസ്ലീഹയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, സുവിശേഷത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച സാവൂളിന്റെ മാനസാന്തരം. സാവൂള് ക്രിസ്തു ശിഷ്യന്മാരെ എല്ലാവരെയും പീഡിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ക്രിസ്തുമാർഗം സ്വീകരിച്ചിരുന്ന എല്ലാവരെയും പീഡിപ്പിക്കാനുള്ള അധികാരപത്രവുമായിട്ട് ദമാസ്കസിലേക്ക് പോകും വഴിയാണ് പെട്ടെന്ന് ദമാസ്കസ് അടുക്കുമ്പോൾ ഒരു മിന്നലൊളി അവന്റെ കണ്ണിൽ പതിക്കുകയും അവൻ നിലം പതിച്ച് താഴെ വീഴുകയും ചെയ്യുന്നത്. അവന് നിലം പതിച്ച് കിടക്കുമ്പോഴ് ഒരു സ്വരം കേൾക്കുകയാണ്, സാവൂൾ സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? അപ്പൊ സാവൂൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, കർത്താവേ അങ്ങ് ആരാണ്? മറുപടി ഉണ്ടാവുന്നു, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. സാവൂൾ യേശുവിന്റെ സ്വരം തിരിച്ചറിഞ്ഞ് ആ മാനസാന്തരപ്പെട്ട് പൂർണ്ണമായിട്ട് ദൈവത്തിന് ജീവിതം സമർപ്പിച്ചത് വഴി പൗലോസായിട്ട് മാറുകയാണ്. അങ്ങനെ സുവിശേഷത്തില് സമർപ്പണം നടത്തിയ അനേകം വ്യക്തികൾ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഉദാഹരണമാണ് പാപിനിയായ സ്ത്രീ. പാപിനിയായ സ്ത്രീയുടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവൾ ശെമോന്റെ വീട്ടില് യേശു ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് അവൾ വിലയേറിയ ഒരു കുപ്പി സുഗന്ധ തൈലവുമായിട്ട് അവിടെ എത്തുന്നു. ആ ചെന്ന സമയം മുതല് അവള് യേശുവിന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് തന്റെ പാപഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് അവിടെ യേശുവിന്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് അവളുടെ യേശുവിന്റെ കാൽപാദം തുടയ്ക്കുകയും ആ സുഗന്ധ തൈലം യേശുവിന്റെ കാൽപാദം മുഴുവൻ പൂശുകയുമാണ്. അതായത് തന്റെ പാപക്കെട്ടുകൾ മുഴുവൻ, പാപഭാരങ്ങൾ മുഴുവൻ അവിടെ ഇറക്കി വെച്ചിട്ട് പൂർണ്ണമായിട്ടും ദൈവസന്നിധിയില് സമർപ്പിക്കുന്നു തന്നെ. അതാണ് വചനം പറയുന്നത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മള് സമർപ്പണം നടത്തുക, സമ്പൂർണമായിട്ട് ജീവിതത്തെ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്? നമ്മുടെ പോസിറ്റീവ്സ് മാത്രം മതിയോ, അതോ നമ്മുടെ നെഗറ്റീവ്സും വേണോ? തീർച്ചയായിട്ടും നമ്മുടെ പോസിറ്റീവ്സും നമ്മുടെ നെഗറ്റീവ്സും പൂർണ്ണമായിട്ട് നമ്മൾ ദൈവത്തിന് സമർപ്പിക്കണം. അതായത് നമ്മുടെ ധന്യതകള്, നമ്മുടെ നേട്ടങ്ങള്, നമ്മുടെ അനുഗ്രഹങ്ങള്, നമ്മുടെ ബന്ധങ്ങള്, നമ്മുടെ സമ്പത്ത്, ഇതെല്ലാം തമ്പുരാൻ എനിക്ക് ദാനമായി നൽകിയതാണെന്നുള്ള തിരിച്ചറിവ്, എല്ലാത്തിന്റെ ഉടമസ്ഥൻ അവിടുന്നാണെന്നുള്ള ബോധ്യത്തില് അവിടത്തേക്ക് പൂർണ്ണമായി സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ പാപഭാരങ്ങള്, ആന്തരിക മുറിവുകള്, നമ്മുടെ എല്ലാ ദുഃഖങ്ങളും, നമ്മുടെ തഴക്കദോഷങ്ങള്, പിരിമുറുക്കങ്ങള്, എല്ലാം നമുക്ക് ബന്ധനങ്ങളാകുന്ന സകലതും യേശുവിന്റെ കുരിശിൽ സമർപ്പിച്ചു കഴിയുമ്പോൾ തമ്പുരാൻ ഇതിനെ എല്ലാം അനുഗ്രഹമാക്കി നമുക്ക് തിരിച്ചു തരുമെന്നുള്ളതാണ് ഏറ്റവും വളരെ സവിശേഷമായിട്ടുള്ള കാര്യം. അപ്പോസ്തലപ്രവർത്തനം 4:34 നമ്മൾ വായിക്കുന്നുണ്ട്, അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും സ്വന്തമായിട്ടുണ്ടായിരുന്നവരെല്ലാം അവയത്രയും വിറ്റ് കിട്ടിയ തുക അപ്പോസ്തലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു. നമുക്കറിയാം, ആദിമ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ, പങ്കുവെക്കലിന്റെ, സന്തോഷത്തിന്റെ ഒരു പ്രതീകമായിരുന്നു. എല്ലാവരും പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും കഴിഞ്ഞിരുന്ന ഒരവസ്ഥ. അത് സംഭവിച്ചത് ആ പങ്കുവെക്കലിലൂടെയാണ്.
അവരുടെ സ്വത്തെല്ലാം ആരും തന്നെ അവരുടേതായിട്ട് കരുതിയില്ല, മറിച്ച് എല്ലാവരും പിതാവിന്റെ മക്കളാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ എല്ലാവർക്കും ആയി എല്ലാം പങ്കിട്ട് കൊടുത്തു. വീണ്ടും നമുക്ക് കൊളോസോസ് ലേഖനം 1:22 കാണാൻ സാധിക്കും. ഇപ്പോൾ ക്രിസ്തു തന്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ സമർപ്പിച്ചിരിക്കുന്നു, നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ മുൻപിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. അതായത് നമ്മളെ ഏറ്റവും പരിശുദ്ധരായിട്ട് നിർമ്മലരായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിനായിട്ട് ക്രിസ്തു നമ്മുടെ എല്ലാം ഭാവഭാരങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ച് നമ്മളെ ദൈവവുമായി അനുരഞ്ജനപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ നമ്മളുടെ ഒരു പൂർണ്ണമായിട്ടുള്ള രൂപാന്തരീകരണമാണ് ഈ വിശ്വാസ മാനസാന്തര പ്രത്യുത്തരം വഴി നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതാണ് റോമാലേഖനം 12:2 പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടും. തീർച്ചയായിട്ടും മനസ്സിലെ പരിവർത്തനം ഉണ്ടായാൽ മാത്രമേ ഈ മാനസാന്തരം നടക്കുള്ളൂ. അപ്പോൾ മനസ്സിന്റെ നവീകരണം അല്ലെങ്കിൽ രൂപാന്തരീകരണം എങ്ങനെയാണ് പ്രാപിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആ പഴയ പാപങ്ങള് എല്ലാം അങ്ങ് ഉപേക്ഷിച്ച് അതിൽ നിന്നുള്ള ഒരു പിന്മാറ്റം മാത്രമായിരിക്കുമോ? അങ്ങനെയാണ് പൂർണ്ണമായ മാനസാന്തരം ആകുമോ? അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് പുതിയ പ്രാർത്ഥനകളൊക്കെ പഠിച്ച് കുറച്ച് നല്ല തീരുമാനങ്ങള്, അതായത് ഇപ്പം കള്ളു കുടിക്കുന്ന ഒരു വ്യക്തി ഇനിയും കള്ളു കുടിക്കുകയില്ല, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി ഇനിയും ദേഷ്യപ്പെടില്ല, അങ്ങനെ ചില നല്ല തീരുമാനങ്ങളും പദ്ധതികളും ഒക്കെ ജീവിതത്തിൽ എടുക്കുന്നതാണോ യഥാർത്ഥത്തില് മാനസാന്തരം എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. തീർച്ചയായിട്ടും അതല്ല സഹോദരങ്ങളെ. അതായത് യഥാർത്ഥത്തിലുള്ള മാനസാന്തരം എന്ന് പറഞ്ഞാല് സ്വന്തം രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയ യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ ഉടമസ്ഥനായി മനസ്സിലാക്കി അവന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കലാണ് യഥാർത്ഥ മാനസാന്തരം. അതായത് നമ്മളെ യേശുവിന്റെ അവസാനത്തുള്ളി രക്തം വരെ കൊടുത്തിട്ടാണ്, വില കൊടുത്തിട്ടാണ് യേശു വിലയ്ക്ക് വാങ്ങിയത്. അപ്പോൾ അങ്ങനെ ജീവിതത്തിലെ അവസാനത്തുള്ളി രക്തം വരെ ചിന്തി വില കൊടുത്ത് വാങ്ങിയ എന്റെ ജീവന്റെ ഉടമ തീർച്ചയായിട്ടും യേശുവാണെന്നുള്ള ആ പൂർണ്ണമായ ബോധ്യം. ഈ അവസരത്തില് ഒരു രക്തം വ്യാപാരിയുടെ കഥയാണ് മനസ്സിലേക്ക് വരുന്നത്. അതായത് വളരെ സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തി, അയാള് ജീവിതത്തില് അയാളുടെ ഒരു വിലയേറിയ രക്തം അയാള് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇയാൾ ആ സമ്പത്ത് മുഴുവൻ വിറ്റിട്ട് അയാൾക്ക് താല്പര്യമുള്ള ഈ രക്തം തേടി പുറപ്പെടുകയാണ്. അങ്ങനെ അയാള് പല രക്തവ്യാപാരികളുടെ അടുത്ത് ചെന്ന് അവസാനം ഒരിടത്തുനിന്ന് ഇയാൾ മനസ്സിൽ കൊണ്ടു നടന്ന അല്ല അയാൾക്ക് ഇഷ്ടമുള്ള ആ രക്തം അയാൾ കാണുകയാണ്. അപ്പൊ രക്തവ്യാപാരിയോട് പറഞ്ഞു, ഇതുപോലെ എനിക്ക് ഈ രക്തം വേണം. രക്തവ്യാപാരി പറഞ്ഞു, നിങ്ങൾക്ക് ഇത് വാങ്ങാൻ സാധിക്കുമെന്ന് തോന്നില്ല, കാരണം ഇത് വളരെയേറെ വിലയുള്ള ഒരു രക്തമാണ്. അപ്പൊ ഇയാള് പറഞ്ഞു, രക്തം വാങ്ങാൻ ചെന്നയാള് പറഞ്ഞു, അതല്ല, ഞാന് എനിക്കുള്ളത് മുഴുവൻ നിങ്ങൾക്ക് ഞാൻ തരാം, എനിക്ക് എന്താണേലും ഈ രക്തം വേണം. അങ്ങനെ ഈ രക്തവ്യാപാരി അവസാനം സമ്മതിക്കുകയാണ്, ശരി, നിങ്ങൾക്കുള്ളതെല്ലാം തരിക, ഞാൻ ഈ രക്തം നിങ്ങൾക്ക് തരാം. ഇയാളുടെ കയ്യിലുള്ള പൈസയൊക്കെ കൊടുത്തിട്ട് രക്തവ്യാപാരിയോട് പറഞ്ഞു, ഇതാ ഞാന് എന്റെ കയ്യിലുള്ള പൈസ മുഴുവൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, എന്റെ കയ്യിൽ ഇനി ബാക്കി എന്റെ വണ്ടിക്ക് പെട്രോൾ അടിക്കാനുള്ള കുറച്ച് പൈസ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ രക്തവ്യാപാരി ചോദിച്ചാ, ആഹാ, അത് ശരി, നിങ്ങൾക്ക് വണ്ടി ഉണ്ടല്ലേ, ആ വണ്ടി കൂടെ തരണം, നല്ല നിങ്ങൾക്ക് ഉള്ളത് മുഴുവൻ തരണമെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇയാൾ പറഞ്ഞു,
അങ്ങനെ ഫണ്ട് തന്നാ പിന്നെ ഞാൻ എങ്ങനെയാ വീട്ടിലേക്ക് പോകുന്നത്? അവര് ചോദിച്ചു, ഓ ശരി, നിങ്ങക്ക് വീടുണ്ടല്ലേ, അത് ശരി, അപ്പൊ നിങ്ങളുടെ വീടും കൂടെ തന്നാലേ പറ്റുള്ളൂ. അപ്പം ഇയാള് പറഞ്ഞു, ആ വീട് തന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ പിന്നെ എന്റെ ഭാര്യയും കുട്ടികളൊക്കെ എവിടെയാ താമസിക്കുക? ഓഹോ, നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളും ഉണ്ടല്ലേ. നമ്മൾ തമ്മിൽ പറഞ്ഞത് നിങ്ങൾക്കുള്ളതെല്ലാം തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ രക്തം തരാമെന്നല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ രക്തം കിട്ടണമെങ്കിൽ നിങ്ങളുടെ കാറും നിങ്ങളുടെ വീടും നിങ്ങളുടെ കുടുംബവും എല്ലാം തന്നാലേ ഈ രക്തം തരാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ രക്തം മേടിക്കാൻ ചെന്ന മനുഷ്യന് വളരെ വിഷമമായി. കാരണം ഇയാൾ വളരെ മോഹിച്ച് ആഗ്രഹിച്ച് കണ്ടുകിട്ടിയ ഒരു രക്തമാണ്. പക്ഷെ അത് മേടിക്കണമെങ്കിൽ ഇതെല്ലാം കൊടുക്കണം. അവസാനം ഇയാൾ തീരുമാനിച്ചു, എന്താണേലും ഞാൻ ഇതിനായി ഇറങ്ങി പുറപ്പെട്ടതല്ലേ, ഈ രക്തം എനിക്ക് വേണം. അങ്ങനെ ഇയാൾ വളരെ വിഷമത്തോടെ ഇയാൾക്കുള്ളത് മുഴുവൻ അവിടെ രക്തവ്യാപാരിയുടെ മുമ്പിൽ അടിയറ വയ്ക്കുകയാണ്. അപ്പൊ ഈ രക്തവ്യാപാരി ഈ രക്തം നല്ല പോലെ പൊതിഞ്ഞ് ഇയാളുടെ കയ്യിലിട്ട് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ നിങ്ങളും ആഗ്രഹിച്ച രക്തം, നിങ്ങൾ ഇതെടുത്തോളുക. അതോടൊപ്പം നിങ്ങളുടെ കാറും നിങ്ങളുടെ വീടും നിങ്ങളുടെ കുടുംബവും എല്ലാം നിങ്ങൾ എടുത്തോളുക. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഇതിന്റെ എല്ലാം ഉടമസ്ഥൻ ഞാനായിരിക്കും. അതേ കൂട്ടുകാരെ, നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ സമർപ്പിക്കുമ്പോൾ ഇതുപോലെ വിലയേറിയ ഒരു രക്തമാണ് നമ്മൾ സ്വന്തമാക്കുന്നത്. അതായത് യേശുവിനെ സ്വന്തമാക്കിയവൻ എല്ലാം സ്വന്തമാക്കുന്നു. അവന്റെ മുമ്പിൽ സകലതും സമർപ്പിക്കുമ്പോൾ ജീവിതം എല്ലാ തരത്തിലും സന്തോഷപൂർണ്ണം സൗഭാഗ്യകരവുമായി തീരുകയാണ്. നമ്മളുടെ ജീവിതത്തിലുള്ള എല്ലാവിധ അള്ളിപ്പിടുത്തങ്ങളും നമ്മളുടെ ബന്ധനങ്ങളാകുന്ന സകലതും നമ്മൾ ഉപേക്ഷിക്കണം. ഉദാഹരണമായിട്ട് ചില ബന്ധങ്ങൾ നമുക്ക് ബന്ധനമാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സമ്പത്തായിരിക്കും ബന്ധനമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സമ്പത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, സമ്പത്തിന്റെ ആർഭാടത്തിൽ നിന്ന് ഇനിയും ചില പാപകരമായിട്ടുള്ള സാഹചര്യങ്ങൾ, അതായത് ചില സാഹചര്യങ്ങൾ നമ്മളെ തിന്മയിലേക്ക് നയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ ആ അള്ളിപ്പിടുത്തങ്ങൾ വിടണം. അത് വീണ്ടും ചില തഴക്കദോഷങ്ങള്, ആ തഴക്കദോഷങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള മാനസാന്തര പ്രത്യുത്തരം, അതായത് യേശുവിന്റെ വഴിയിലൂടെ നടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ ലോകം നൽകുന്ന ചില അറിവുകളായിരിക്കാം, ചില നെഗറ്റീവ് ചിന്താഗതികളായിരിക്കാം നമ്മൾക്ക് ഈ ബന്ധനങ്ങളാകുന്നത്. അങ്ങനെയെങ്കിൽ അതുപോലെയുള്ള സകലവിധ ബന്ധനങ്ങളിൽ നിന്നും മള്ളിപ്പിടുത്തങ്ങളിൽ നിന്നും വിട്ടുകൊണ്ട് സ്വതന്ത്രമായിട്ട്, സ്വാതന്ത്ര്യത്തോടെ, പൂർണ്ണമായ സന്തോഷത്തോടെ എല്ലാം ദൈവഹൃദ പ്രകാരം നടക്കാനായിട്ട് നമ്മളെ തന്നെ ഉദ്ധിതനായ ക്രിസ്തുവിന് വിട്ടുകൊടുക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള മാനസാന്തരം. അങ്ങനെ മറ്റൊരു വിധത്തെ പറഞ്ഞാല് ജഡിക മനുഷ്യനിൽ നിന്ന് ആത്മീയ മനുഷ്യനിലേക്കുള്ള ഒരു മാറ്റമാണ് സമ്പൂർണമായിട്ടുള്ള സമർപ്പണം എന്ന് പറയുന്നത്, മാനസാന്തര പ്രത്യുത്തരം എന്ന് പറയുന്നത്. നമുക്ക് പറയാൻ സാധിക്കും, ദുർമോഹങ്ങളാൽ കലുഷിതമായ മനസ്സിനെ അഥവാ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനായ ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ മാത്രമാണ് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അങ്ങനെ യേശുവാകുന്ന പുതിയ ഒരു വ്യക്തിത്വമായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുന്നു. അതല്ല എങ്കില് എനിക്ക് ഒന്നുമില്ല എന്നും എല്ലാറ്റിന്റെയും മേൽ അധികാരമുള്ളവൻ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുമുള്ള പൂർണ്ണമായ ബോധ്യത്തില് ജീവിക്കുന്നതാണ് മാനസാന്തരത്തിന്റെ പ്രതിഫലനം എന്ന് പറയുന്നത്. എന്റെ ഉടമസ്ഥാവകാശം മുഴുവൻ എന്റെ യേശു തമ്പുരാനെ സമർപ്പിച്ചുകൊണ്ട്, തമ്പുരാനെ നീയാണ് സകലതും എന്ന് പറയാൻ സാധിക്കുന്ന അവസ്ഥ. അതാണ് മത്തായി സുവിശേഷം 28:18 യേശു പറയുന്നുണ്ട്. ഉത്ഥാനം ചെയ്തു കഴിഞ്ഞാൽ യേശു ശിഷ്യന്മാരെ സമീപിച്ചിട്ട് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു.
സകലത്തിന്റെയും അധികാരി, സകലത്തിന്റെ ഉടയവൻ തമ്പുരാനാണ് എന്ന് വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ്. അപ്പോൾ മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ദേവയാനന്ദന്റെ പ്രഘോഷണത്തെ പറഞ്ഞു, ഒറ്റപ്പെട്ടു പോയ വഴികളിൽ നിന്നും രക്ഷിച്ചവന്റെ കൂടെയുള്ള മടക്കയാത്രയാണ് യഥാർത്ഥത്തിലുള്ള മാനസാന്തരം. യേശു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാണെന്നുള്ളത്. അപ്പം ആ നമ്മൾ പോകുന്ന വഴി തെറ്റാണെന്ന് മനസ്സിലാക്കുമ്പോൾ യേശു കാണിച്ചു തരുന്ന യേശുവാകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള മാനസാന്തര അനുഭവം നമുക്കുണ്ടാകുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 14:6 തിരുവചനം നമ്മളോട് പറഞ്ഞു തരുന്ന ഇതാണ്, വഴിയും സത്യവും ജീവനും ഞാനാണ്. യേശു പറഞ്ഞു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. അപ്പൊ വഴിയും സത്യവും ജീവനുമായ യേശുവിന്റെ വഴിയെ നമ്മൾ ഓരോരുത്തരും, യേശുവാകുന്ന പാതയിലൂടെ നമ്മൾ ഓരോരുത്തരും നടക്കുക. എന്നാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള മാനസാന്തര അനുഭവം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. റോമാലേഖനം 8:35 പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പട്ടിണിയോ, പീഡനമോ, നഗ്നതയോ, ആപത്തോ, വാളോ? എന്ത് പ്രതികൂല സാഹചര്യം വന്നാലും ഞാൻ എൻ്റെ യേശുവിനെ പ്രഘോഷിക്കുമെന്നും യേശുവിന്റെ സ്നേഹത്തിലായിരിക്കുമെന്നും യേശുവിനോടൊപ്പമായിരിക്കുമെന്നും വളരെ തീക്ഷ്ണമായിട്ടുള്ള ഭാഷയില് പൗലോസ്ലീഹ പറഞ്ഞു തരികയാണ്. വീണ്ടും ഗലാത്യ ലേഖനം 2:20 പറയുന്നു, ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിമേൽ ഞാൻ അല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മളെ കാണുമ്പോൾ മറ്റൊരു ക്രിസ്തുവിന്റെ ചൈതന്യം, ഒരു ക്രിസ്തുവായിട്ട് മറ്റുള്ളവർക്ക് നമ്മളെ കാണാൻ സാധിക്കുക, അതാണ് പൂർണ്ണമായിട്ടുള്ള മാനസാന്തരം. ഞാനും നിങ്ങളും മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുക, ആ ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുക. എൻ്റെ സഹോദരങ്ങളെ എനിക്ക് കാണുമ്പോൾ വീണ്ടും ഗലാത്യ ലേഖനം 3:27 നമ്മൾ വായിക്കുന്നത് പോലെ, ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതെ, ഓരോരുത്തരെയും കാണുമ്പോൾ ഓരോ ക്രിസ്തുവാണ്, ഈ ക്രിസ്തുവാണ് ഓരോ വ്യക്തികളും എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുക, അങ്ങനെ അനുഭവിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു സന്തോഷവും വിടുതലും നമുക്ക് ലഭിക്കുന്നു. അതാണ് സങ്കീർത്തൻ 131:2 പറയുന്നത്. നമുക്ക് ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, മാതാവിന്റെ മടിയില് വളരെ ശാന്തമായി കിടന്നുറങ്ങുന്ന ഒരു ഉണ്ണി, അതുപോലെ മാതാവിന്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ എന്ന പോലെ എന്നെ തന്നെ ശാന്തനാക്കി ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എന്റെ ആത്മാവ്. തീർച്ചയായിട്ടും ഈ ശാന്തത സ്വന്തമാക്കുക, ഇതുപോലെ സ്വസ്ഥമായിട്ട് വളരെ സൗമ്യമായിട്ട് സന്തോഷത്തോടെ മാതാവിന്റെ മടിയിൽ കിടന്നുറങ്ങുന്ന ശിശുവിനെ പോലെ ആകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് പ്രാവർത്തികമാകുകയാണ്. യേശു പറഞ്ഞ മത്തായി സുവിശേഷം 18:3 സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തെ പ്രവേശിക്കുകയില്ല. തീർച്ചയായിട്ടും ആ ശിശുതുല്യമായ നൈർമല്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗരാജ്യം സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് വചനം നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്. സ്നേഹമുള്ളവരെ, പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ഈ മാനസാന്തര അനുഭവം, അതായത് സമ്പൂർണമായിട്ടുള്ള സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ നടത്തിക്കൊണ്ട് യേശുവിന്റെ യഥാർത്ഥ ശിഷ്യരാകുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. ഈ മാനസാന്തരം എന്ന് പറയുന്നത് 1-2 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്ന ഒരു കാര്യമല്ല. ജീവിതത്തിൽ ഉടനീളം പ്രാവർത്തികമാക്കേണ്ട ഒരു അനുഭവമാണ് മാനസാന്തര പ്രത്യുത്തരം എന്ന് പറയുന്നത്. അങ്ങനെ ദൈനംദിന ജീവിതത്തില് ഈ മാനസാന്തര പ്രത്യുത്തരം നടത്തിക്കൊണ്ട് തമ്പുരാന്റെ മുമ്പില് നമ്മുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചാലും, ജീവിതത്തില് ബ്ലെസ്സിങ് വരുന്നാലും പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും അപകടം വന്നാലും ഉയർച്ച വന്നാലും താഴ്ച വന്നാലും, എൻ്റെ ദൈവമേ
നന്ദി എന്ന് പറഞ്ഞ് ജീവിതം സമർപ്പിക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയും അഭിഷേകവും നമ്മുടെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ഏതാനും മിനിറ്റുകളായി വചന പെരുമഴയിലൂടെ കർത്താവിനെ കണ്ടുമുട്ടിയ പരിശുദ്ധ അമ്മയെയും ശിഷ്യന്മാരെയും സമരിയക്കാരി സ്ത്രീയെയും പാപനിയായ സ്ത്രീയെയും സാവൂളിനെയും അങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച് വളരെ അതിമനോഹരമായ സ്ലൈഡിലൂടെ നമുക്കിതെല്ലാം മനസ്സിലാക്കി തന്ന ലിസമ്മ ചേച്ചിക്ക് ഒത്തിരി നന്ദി. നമുക്കും ഇതെല്ലാം സ്വീകരിച്ച് സ്വയം സമർപ്പിച്ച് ധീരതയോടെ മുന്നേറാൻ അവനോട് കൂടെ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി വൈൻഡപ്പ് സെഷന് വേണ്ടി ആലിസൂട്ടി ആന്റിയെ ക്ഷണിക്കും. ശംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും നല്ല ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തന്നു അല്ലേ? ദേവയാനിയും പിന്നെ അജിതയുടെ ഷെയറിങ്ങിലൂടെയും ടെസ്റ്റ് മണിയിലൂടെയും ലിസമ്മയും അതിനിടയ്ക്ക് ജോഫിയുടെ കൂട്ടിച്ചേർക്കലും എല്ലാം കൂടെ നമുക്ക് ഈ ഒരു വിഷയം മാനസാന്തര പ്രത്യുത്തരം എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെയുള്ള നല്ലോണം മനസ്സിലായി. ഈ ഒരാഴ്ച നമ്മുടെ പ്രത്യുത്തരമാണ് അനുഭവം. നമുക്ക് ഈ അനുഭവം, രക്ഷയുടെ അനുഭവം യാഥാർത്ഥ്യമാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കുറിച്ചേക്കണമെന്ന് പറഞ്ഞു. എല്ലാം പൂർത്തിയായെന്നും പറഞ്ഞു. അപ്പൊ എല്ലാം പൂർത്തിയായി. ഇനിയിപ്പം നമ്മൾ ഈ പൂർത്തിയാക്കിയ ഇതിനോട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാ പ്രതികരിക്കുന്നത്, ഇത് നമ്മുടേതാക്കുന്നത് എങ്ങനെയാണെന്നാണ് പൗലോസ് പറഞ്ഞല്ലോ. യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കി, ഇനിയും ഞാൻ അതിനെ എന്റെ സ്വന്തമാക്കണമെന്ന്. അപ്പൊ ഇത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഇടയ്ക്ക് കേൾക്കാറുള്ളതാണ് ദൈവ മനുഷ്യ പങ്കാളിത്തം. ദൈവം ഇത്തിരി സ്വാതന്ത്ര്യം തന്നിട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ പങ്കാളിത്തത്തോടു കൂടി വേണം ഇത് നമ്മുടേതാക്കാൻ. അപ്പൊ ഇതെല്ലാം വെച്ച് നീട്ടുക. സെയിന്റ് അഗസ്റ്റിന്റെ ഒരു കാര്യം പറഞ്ഞേ, ഗോഡ് ഡസ് നോട്ട് ഇമ്പോസ് എനിത്തിങ് ഓൺ എനിവൺ, ഹി ജസ്റ്റ് പ്രൊപ്പോസസ്. ദൈവം ഒന്നും നമ്മളെ അടിച്ചേൽപ്പിക്കില്ല. രക്ഷയാണെങ്കിൽ, നിത്യരക്ഷയാണെങ്കിൽ പോലും ദൈവം എല്ലാം തയ്യാറാക്കിയിട്ട് നീട്ടി വെക്കുക. ഇതാ പറഞ്ഞില്ലേ, ഇതാ ഞാൻ വെളിപാട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, വാതിൽക്കൽ നിന്നുകൊണ്ട് മുട്ടുന്നു, ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ എന്നെ അങ്ങോട്ട് ആനയിച്ചാൽ കൂട്ടത്തിൽ പോയി ആഘോഷമാക്കും. അപ്പൊ ഇത് നമ്മുടെ കയ്യിലാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ നമ്മളിതെന്താ ആദ്യത്തെ ഇതിൽപ്പെട്ടതെല്ലാം കേട്ട് നമ്മളെ സ്നേഹിക്കുന്നതും പാപാവസ്ഥയിൽ നീച്ചു നമ്മളെ രക്ഷിച്ചെന്നും ഇനി ഈ രക്ഷ നമ്മുടെ സ്വന്തമാക്കാൻ അവരെല്ലാരും പറഞ്ഞു. അതായത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്, ഇതൊന്ന് വിശ്വസിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം കൂടെ കൊണ്ടുപോയി ഒന്നും കർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ അഗാധത്തിൽ എന്തുപോലെ വലിച്ച് കടലിൽ എന്തുപോലെ എറിഞ്ഞു കളയുമെന്നാ പറയുന്നത്. ദൈവം അതെല്ലാം കഴിഞ്ഞ ആഴ്ച കുമ്പസാരിച്ചവർക്കൊക്കെ അനുഭവമായിട്ടുണ്ട്. ഇനി സാധിക്കാത്ത കാര്യങ്ങളുണ്ട് ഈ ആഴ്ചയിൽ എത്രയും വേഗത്തിൽ ഇത് നമ്മൾ ചെയ്യുന്നതിന് തോതനുസരിച്ചായിരിക്കും ഈ ഒരു കോഴ്സിന്റെയും ദൈവം നമുക്ക് ഈശോയിലൂടെ ചെയ്ത രക്ഷയുടെയും ഒക്കെ അനുഭവം നമ്മുടേതാകുന്നത്. അതുകൊണ്ടാണ് ഇത്തരം വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഇപ്പം ഉദാഹരണങ്ങളും കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ട് രത്നബാബയുടെ കഥയൊക്കെ പറഞ്ഞല്ലോ. അതായത് നമ്മൾ വിട്ടുകൊടുക്കുന്നതിന് തോതനുസരിച്ചാണ് നമുക്ക് അനുഭവം ഉണ്ടാകുക എന്നോർക്കാം. ഈ ഒരാഴ്ച നമുക്ക് അങ്ങനെയൊന്നൊരു സമ്പൂർണ്ണ സമർപ്പണം. പണ്ട് ടാഗോറിന്റെ ഗീതാഞ്ജലിയുടെ സംഭവം നിങ്ങൾ കേട്ട് വായിച്ചിട്ടുണ്ടാവും അല്ലേ? ദ ലീസ്റ്റ് ലിറ്റിൽ ഗ്രേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം പറയുന്നുണ്ട് ടാഗോർ. അതായത് മഹാരാജാവിന്റെ എഴുന്നള്ളത്ത്, രാജാവിന്റെ രഥത്തിൽ എഴുന്നള്ളി വരുമ്പോൾ, അപ്പം ഈ എഴുന്നള്ളത്തിന്റെ സമയത്ത് വിഷമിക്കുന്ന ആരെ കണ്ടാലും അവർക്ക് വേണ്ടതെല്ലാം രാജാവ് ചെയ്യുന്ന ശീലമാണ് ഉള്ളത്. അപ്പം ഈ ധർമ്മക്കാരനിങ്ങനെ എന്താ വരാൻ പോകുന്നതെന്ന് അറിയാതെ ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുക. അപ്പോഴാ രാജാവിന്റെ രഥം എഴുന്നള്ളി വരുന്നു. അപ്പോൾ ഈ ധർമ്മക്കാരനെ കണ്ടു. രാജാവ് രഥം നിർത്തി അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ യാചകന്റെ മുമ്പിൽ വന്നിട്ട് കൈ നീട്ടിയത്രേ. നമ്മള് വെച്ചച്ചട്ടി കൈയിട്ട് വരിക എന്ന് പറയുന്ന പോലെ. എന്നിട്ട് ഈ മനുഷ്യനാണ് ഇങ്ങോട്ട് വല്ലതൊക്കെ കിട്ടുമെന്ന് തോന്നിരിക്കുന്ന നേരത്തുണ്ട് രാജാവ് വന്നിട്ട് തന്റെ മുമ്പില്, മഹാരാജാവിന്റെ മുമ്പില് ഈ കൈനീട്ട് രാജാവ് ഇയാള് പിച്ചച്ചട്ടിയിൽ ആകെപ്പാടെ തപ്പിയിട്ട് ഒരു ലീസ്റ്റ് ലിറ്റിൽ ഗ്രെയിൻ, ഒരു ഗോതമ്പ് മണി എടുത്ത് കൈകൊണ്ട് വെച്ച് കൊടുത്തെന്നാ പറഞ്ഞത്. ഇദ്ദേഹത്തിനാകെ ഒന്നും മനസ്സിലായില്ല എന്താ സംഭവിച്ചതെന്ന്. രാജാവ് അതും മേടിച്ചുകൊണ്ട് രഥത്തിൽ കയറി അങ്ങ് പോവുകയും ചെയ്തത്രേ. എല്ലാം കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ ചെന്ന് ഈ അന്നത്തെ കിട്ടിയതെല്ലാം കൊണ്ട് കുടഞ്ഞിട്ടപ്പോഴാ ഒരു പൊന്മണി, അതായത്
ആ 1 മണി മാത്രം സ്വർണമായി. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, അദ്ദേഹത്തിന് മനസ്സിലായത് താൻ രാജാവിന്റെ കയ്യിൽ വെച്ചു കൊടുത്ത ആ ഒരു ഗോതമ്പ് മണി മാത്രം സ്വർണമായി തീർന്നെന്ന്. മായാദാസ രാജാവിന്റെ കഥയൊക്കെ നമുക്കറിയാം. ഇതൊക്കെ ഓരോ കഥകളാ. ഈ കഥകളൊക്കെ വലിയൊരു സത്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ എത്രമാത്രം തമ്പുരാന്റെ കരങ്ങളിൽ വെച്ചു കൊടുക്കുന്നോ അത്രമാത്രം അതെല്ലാം അനുഗ്രഹീതമാകും. കൊറിന്തോസ് പോലെ പറയുന്നുണ്ടല്ലോ, 2 കൊറിന്തോസ് 5:17 യേശുക്രിസ്തുവിലായിരിക്കുന്ന ഏതൊരാളും ഒരു പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ടീച്ചർമ്മ നമ്മളോട് പറഞ്ഞ എന്തെല്ലാമാണ് പോസിറ്റീവായിട്ടും ധന്യതകളും കോട്ടങ്ങളും എല്ലാം. പാപം സമർപ്പിക്കുന്നതാണോ, വലിയ അറിവും കഴിവും സമ്പത്തും സമർപ്പിക്കുന്നതാണോ നല്ലതാവോ? എന്ത് സമർപ്പിച്ചാലും തൊട്ടതെല്ലാം പൊന്നാകുന്ന മായാദാസിന്റെ കഥ പറഞ്ഞ പോലെ തമ്പുരാന്റെ കരങ്ങളിൽ കൊടുത്തതെല്ലാം വലിയ അനുഗ്രഹങ്ങളായി ഭവിക്കും. അപ്പൊ നമുക്ക് ഈ ആഴ്ചയില് ഒന്ന് നന്നായിട്ട് നമ്മുടെ എപ്പോഴും ഈശോ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യവും ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക, ലഭിക്കുക തന്നെ ചെയ്യും. എന്നാൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ബലിയർപ്പിക്കാൻ വരുമ്പോൾ ആർക്കെങ്കിലും നിങ്ങളോട് വിരോധമുണ്ടെന്ന് ഓർക്കുകയാണെങ്കിൽ ചോദിക്കണം. ഇതൊക്കെ പ്രധാനപ്പെട്ടതാ. അപ്പം ക്ഷമിക്കാനുള്ളവരുടെ പേരുകളും ക്ഷമ ചോദിക്കാനുള്ളവരുടെ പേരുകളും നമ്മുടെ സമ്പന്നതകളും നമ്മുടെ ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കഷ്ടപ്പാടുകളും ആഗ്രഹങ്ങളും എല്ലാം അങ്ങോട്ട് ഒരു കടലാസിലൊക്കെ എഴുതുന്നത് നല്ലതാണ്. എന്നിട്ട് ഇതെല്ലാം കൊണ്ട് കർത്താവിനൊന്നും അങ്ങോട്ട് വെച്ചു കൊടുത്താൽ കർത്താവ് അതെല്ലാം അങ്ങോട്ട് സ്വീകരിച്ചിട്ട് എല്ലാം ട്രാൻസ്ഫോം ചെയ്ത് നമ്മളെ എല്ലാം രൂപാന്തരപ്പെടുത്തി ഒക്കെ അനുഗ്രഹങ്ങളാക്കി ഇങ്ങോട്ട് തരും. ഈ അനുഗ്രഹങ്ങളാക്കി കഴിയുമ്പോൾ നേരത്തെ ദേവയാനിയും ഇവരൊക്കെ പറഞ്ഞ കഥകളൊക്കെ ഉണ്ട്. ശമരിയക്കാരി സ്ത്രീ മുതൽ എല്ലാ സംഭവങ്ങളും പറഞ്ഞു. അവരൊക്കെ വിട്ടുകൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെല്ലാം വലിയ പ്രേക്ഷിതരായി. നമുക്കും ഈ ഒരു വലിയ പ്രേക്ഷിതരായിട്ട് ഈ ലോകത്തിലേക്ക് നമ്മുടെ ഈ ഒരു ദൗത്യത്തിന് വേണ്ടി ഇറങ്ങാൻ കർത്താവിന്റെ കരങ്ങളിലോട്ട് കൊണ്ടുപോയി ഒക്കെ ഒന്ന് അങ്ങോട്ട് വെച്ചു കൊടുക്കാം. അങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുത്തു കഴിയുമ്പോൾ കർത്താവ് അതെല്ലാം അങ്ങോട്ട് സ്വീകരിച്ച് അവയെല്ലാം ട്രാൻസ്ഫോം ചെയ്ത് അനുഗ്രഹങ്ങളാക്കി നമ്മളൊക്കെ വലിയ വളരെ ഫലപ്രദമായിട്ട് പ്രേക്ഷിതരാകത്തക്കവണ്ണം നമ്മളെ രൂപാന്തരപ്പെടുത്തും. അപ്പോൾ ഈ ഒരു മാനസാന്തരം എന്ന് പറയുന്നത് എല്ലാം കർത്താവിന്റെ അള്ളിപ്പിടുത്തം പറഞ്ഞില്ലേ, ഒരു വാലി ഓഫ് ക്രീച്ചേഴ്സ് പറഞ്ഞൊരു കഥ, ഒരു പുസ്തകത്തിന്റെ ഇൻട്രോഡക്ഷൻ വായിച്ചാണ് ഓർക്കുന്നത്. അതിലിങ്ങനെ പറയാണ്, ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ധാരാളം അരുവികൾ പൊട്ടി 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 ഒഴുകി കുന്നിന്റെ മുകളിൽ നിന്ന് നല്ല ശക്തമായിട്ട് ഒഴുക്കാം വരുന്ന നദിയുടെ കഥ പറയുക. ആ നദിയുടെ അടിത്തട്ടില് കുറെ പാറക്കെട്ടുകളും തടികളും എല്ലാം കിടപ്പുണ്ട്. ഇതിലൊക്കെ അള്ളിപ്പിടിച്ച് ജീവിക്കുന്ന ഒരു തരം ജീവികളുണ്ടത്രേ. അപ്പൊ ഈ ജീവികളാണെങ്കിൽ ഈ ഒഴുക്കിപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ മുറുക്ക പിടിച്ച് ജീവിക്കുന്ന അവരുടെ ഏറ്റവും വലിയ ജീവിതത്തിലെ മിഷൻ. എന്നിട്ട് ഒരിക്കലും ഒരു യൂത്ത് ജീവി പറഞ്ഞത്രേ, ജനിച്ചപ്പം മുതല് അള്ളിപ്പിടിച്ച് കിടന്ന് ഞാൻ മടുത്തു, ബോറടിച്ചു, ഞാൻ വിടാൻ പോവുക എന്ന് പറഞ്ഞ്. അപ്പൊ ചുറ്റുപാട് നിന്നവരൊക്കെ പറഞ്ഞു, അയ്യോ വിട്ടുകഴിഞ്ഞാല് ഒഴുക്ക് അടിച്ചെടുത്ത് തല തല്ലി നിന്നെ തകർത്ത് കളയും, ചത്തുപോകുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒരു ദിവസം കൂടി അവൻ വെയിറ്റ് ചെയ്തു. നമ്മൾ പറയുന്നത് പലരും പറഞ്ഞാൽ പതറിപ്പോകുമെന്ന്. ഏതായാലും പിറ്റേ ദിവസം അവൻ പിന്നെ മറുപടി ഒന്നും കേൾക്കാൻ നിന്നില്ല. ഞാനിത് വിടുക. അവൻ പറഞ്ഞു, ബോറടിച്ച് ചാകുന്നതിനൊക്കെ ഭേദമാ തല തകർത്ത് ചാകുന്നത്. ഞാൻ വിട്ടെന്ന് പറഞ്ഞു ഒരു വിടിയിൽ അങ്ങ് വിട്ടത്രേ. ഇവൻ വിട്ട പാടെ ഒഴുക്കതിനെ അവൻ പറഞ്ഞത്, കറണ്ട് നോസ് വേർ ഇറ്റ് ഈസ് ഗോയിങ്, ഒഴുക്കിനെ അറിയാൻ ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന്. ഞാൻ അതിന്റെ ഭാഗമായിട്ടൊക്കെ പോകുമെന്ന് പറഞ്ഞാ പോയത്. ഈ ഒഴുക്ക് കറക്കി കുത്തി കൊണ്ടുപോകുന്നത് കണ്ടപ്പോഴേ നോക്കി നിന്നവർക്ക് മനസ്സിലായി, പറഞ്ഞാൽ കേട്ടില്ല ഇങ്ങനെ ഇരിക്കുമെന്ന്. അവരോർത്ത് കഥ കഴിഞ്ഞെന്നോർത്തു. എന്നിട്ട് ഇവരൊരു 3-4 ചുറ്റ് കറക്കം കഴിഞ്ഞപ്പോഴേക്ക് അവൻ ഹി ബിക്കെയിം പാർട്ട് ഓഫ് ദ കറണ്ട്. ആ ഒഴുക്കിന്റെ ഭാഗമായി അവൻ ഇങ്ങനെ ഒഴുകി മുകളിൽ കൂടെ പറന്നു പോകുമ്പോ താഴ്വാരങ്ങളിൽ ചെല്ലുമ്പോ പിന്നെ ജീവികൾ കിടപ്പുണ്ടേ. അവര് മുകളിലോട്ട് നോക്കിയപ്പോ അത്ഭുതം അത്ഭുതം അത്ഭുതം, ഇതേ നമ്മളെപ്പോലൊരു ജീവി അത് ഒഴുകി പറന്നു വരുന്നു. ഒരുപക്ഷെ നമ്മളെ രക്ഷിക്കാൻ വന്ന രക്ഷകനാകാമെന്നൊക്കെ പറഞ്ഞെന്ന് അറിയാം. എന്നിട്ട് അവരെല്ലാം കൂടെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഞങ്ങളെയും രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അവൻ വിളിച്ചു പറഞ്ഞു,
ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ രക്ഷകനൊന്നും അല്ല, നിങ്ങൾക്ക് രക്ഷപ്പെടാം, വിട്ടാ മതി. നമ്മൾ പറയല്ലേ ലെറ്റ് ഗോ ആൻഡ് ലെറ്റ് ഗോഡ്. നിങ്ങൾ ആ പിടുത്തം ഒന്ന് വിട്ട് കഴിഞ്ഞാല് ശരിക്കും നിങ്ങൾക്കും സ്വതന്ത്രരാകാം. ഈ ഒഴുക്ക് നിങ്ങളെ ഇതുപോലെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. ഈശോ പറഞ്ഞില്ലേ പരിശുദ്ധാത്മാവിനെ പറ്റി? കാറ്റ് അത് ഇഷ്ടമുള്ളവർക്ക് തോന്നുന്നു, എവിടുന്ന് വരുന്നതോ എങ്ങോട്ട് പോകുന്നു നമുക്കറിയില്ല. ഇങ്ങനെയാണ് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവര്. നമ്മൾ ഈ സമർപ്പണമൊക്കെ സമർപ്പിക്കുന്നത് എന്തിനാണെന്നറിയാവോ? ഈ പരിശുദ്ധാത്മാവിന്റെ പിടിയിലൊന്ന് കെട്ടിയിട്ട് നമ്മളെ ഇഷ്ടം പോലെ പരിശുദ്ധാത്മാവിനെ നയിക്കാൻ സാധിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയൊന്ന് വിട്ടാല് നമുക്കിതുപോലെ ആഘോഷമായിട്ട് ഈ ലോകത്തിലൂടെ പറന്നു നടന്ന് കർത്താവിന്റെ ജീവിതവും ദൗത്യവും ചെയ്യാനായിട്ട് സാധിക്കുമെന്നൊന്ന് സൂചിപ്പിക്കുക. ഏതായാലും ഈ ആഴ്ച നമ്മൾ ഇങ്ങനെ പൂർണ്ണമായിട്ട് കർത്താവിനെ വിട്ടുകൊടുത്ത് സ്വതന്ത്രരാകുന്ന ഒരു ആഴ്ചയാകട്ടെ. യോഹന്നാൻ 12 അറിയാമല്ലോ. അവനെ സ്വീകരിച്ചവർക്കെല്ലാം, കർത്താവായി സ്വീകരിച്ചവർക്കെല്ലാം, അവന്റെ നാമത്തിൽ വിശ്വസിച്ച് പാപമോചനം സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് അവിടുന്ന് നൽകി. ഇങ്ങനെ ഒന്ന് കൊടുത്താലേ അതിങ്ങോട്ട് കിട്ടുള്ളൂ. അത് അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോവുക, കേൾക്കാൻ പോവുകയാണ്. അപ്പൊ ഇന്ന് ശരിക്കും ഒന്നങ്ങ് വിടാം. കർത്താവ് ഇഷ്ടം പോലെ ചെയ്തിട്ടെന്ന് പറയാം. അങ്ങനെ പൂർണ്ണമായിട്ട് ജീവിതത്തെ സമർപ്പിക്കാനുള്ള കൃപ, പ്രകാശം എല്ലാം നമുക്കുണ്ടാകട്ടെ. എളുപ്പമല്ല, ഒട്ടും എളുപ്പമല്ല. പക്ഷെ വിട്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. അങ്ങനെ വിടാനുള്ള എളുപ്പം നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവ് തന്നെ തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തുതി.